കഴിഞ്ഞ 2 വീഡിയോകളിലായി ഗർഭനിരോധിത മാർഗങ്ങളെക്കുറിച്ചായിരുന്നു നമ്മുടെ ഡിസ്കഷൻ. ശസ്ത്രക്രിയ എന്ന പേരിൽ പലപ്പോഴും സ്ത്രീകളുടെ പ്രസവം നിർത്തുക എന്ന പേരിൽ ചെയ്യുന്ന ഒരു സർജറി, അതിനുശേഷം സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത മാരകമായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ചയ്ക്കിട്ട് തന്നു. അതുപോലെ തന്നെ കോപ്പർട്ടി എന്ന പേരിൽ സ്ത്രീകളുടെ ഉള്ളിൽ കയറ്റിക്കൊണ്ട് ഗർഭത്തെ തടയാനുള്ള ശ്രമം, അതുകൊണ്ട് സ്ത്രീകൾക്കുണ്ടാകുന്ന ശാരീരിക അപകടങ്ങളുടെ അനുഭവങ്ങൾ ഒക്കെ നമ്മൾ സമൂഹത്തിലേക്ക് ചർച്ചയ്ക്കിട്ട് തന്നു. ഇനി ഒരു സ്ത്രീയും ഇത്തരത്തിൽ ബുദ്ധിമുട്ടാൻ പാടില്ല. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പലപ്പോഴും ഇൻ്റർകോഴ്സിന് ശേഷം ഗർഭിണിയാകുമോ എന്ന ആശങ്കപ്പെട്ടുകൊണ്ട് ചില മരുന്നുകൾ എന്ന പേരിലുള്ള വിഷം കഴിക്കാറുണ്ട്, പല പിൽസും ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ കഴിക്കുന്ന വിഷത്തിനറിയുമോ കൃത്യമായി പോയി ഗർഭം കലക്കാൻ? അല്ല, മറിച്ച് എന്താണ്, ആ സ്ത്രീയുടെ ശരീരത്തിൻ്റെ കംപ്ലീറ്റ് മെറ്റബോളിസത്തെയും ബാധിക്കുന്ന തരത്തിലുള്ള ഒരു ഡ്രഗല്ലേ ഉള്ളിലേക്ക് പോകുന്നത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റായിട്ടല്ലേ ഈ ഗർഭം പോലും അലസി പോകുന്നത്. അത്തരം കൊലപാതകങ്ങൾ നമ്മൾക്ക് കഴിയുമോ? അപ്പോൾ കൃത്യമായ ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധത്തിന് ശേഷം അവരെ ആഗ്രഹിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിലും അവർക്കുണ്ടാകുന്ന കുട്ടി, ആ ജീവനെ അപകടപ്പെടുത്താനുള്ള അവകാശം നമുക്കില്ലല്ലോ. അങ്ങനെ കുട്ടികളെ കൊന്നു കളയരുത് എന്ന് അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത്തരം പ്രവണത കാരണമായി സ്ത്രീകളുടെ ആരോഗ്യം പ്രശ്നമായാൽ ആ കുടുംബജീവിതം മൊത്തത്തിൽ പ്രശ്നമായില്ലേ? അതുകൊണ്ട് ഇത്തരം പ്രവണതകളിൽ നിന്നും വിട്ടു നിൽക്കണമെന്നതാണ് എൻ്റെ അഭിപ്രായം. ആ സ്ത്രീയുടെ ആരോഗ്യം അപകടത്തിലാക്കരുത്, ഉള്ളിലുള്ള ജീവനെയും ഒരിക്കലും അപായപ്പെടുത്തരുത്. ഇനി ഒരു അനുഭവം ഇതുമായി ബന്ധപ്പെട്ട് പരിചയത്തിൽ തന്നെ ധാരാളം ആളുകൾ ഈ പില്ല് ഉപയോഗിച്ച് അതിനുശേഷം ശരീരത്തിലുണ്ടായ ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് തരത്തിലുള്ള അസ്വസ്ഥതകൾ, കുനിയാൻ പ്രയാസം, നൂരാൻ പ്രയാസം, ഉറക്കത്തിൻ്റെ പ്രയാസം, മെൻസസിൻ്റെ പ്രയാസം, ഇതൊക്കെ പലരും അനുഭവിക്കുന്നുണ്ട്. എങ്കിലും പുറത്തു പറയാൻ നാണമാണ്, മടിയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്തരം ദുരനുഭവങ്ങളുള്ള ആളുകൾ മറ്റുള്ളവരോട് പറയണം, ഇനി ഇത് ഉപയോഗിക്കല്ലേ, ഞാനിത് ഉപയോഗിച്ച് ജീവിതത്തിൽ ഇത്രയും പാടുപെട്ടു. അങ്ങനെ ഉണ്ടെങ്കിൽ അത്തരം അനുഭവങ്ങൾ നിങ്ങൾ പങ്കുവെക്കുക തന്നെ ചെയ്യണം. ഉള്ളിലുള്ള ജീവനെ അപായപ്പെടുത്താതെ, സ്ത്രീകളുടെ ആരോഗ്യം ഗർഭനിരോധനം എന്ന പേരിൽ പറഞ്ഞ് അപകടപ്പെടുത്താതെ ഇരിക്കാം. സ്വസ്ഥമായ ഗർഭം ധരിക്കുക. വളരെ പുണ്യമായ ആ ഒരു കാലഘട്ടത്തിൽ ഒരു വിഷവും മരുന്നായി കഴിക്കാതെ പ്രകൃതിപരമായി പോകട്ടെ, പ്രകൃതിപരമായി പ്രസവിക്കട്ടെ. മറ്റ് ഒരു ഗർഭനിരോധിത മാർഗവും അതിൻ്റെ ചർച്ചയുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇൻഷാ അല്ലാഹ്.